നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ നടനാണ് സുബീഷ് സുധി. കഴിഞ്ഞ വർഷം ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിലൂടെ നായകനായും സുബീഷ് സുധി എത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ കാരണം കടക്കിണിയിലാണെന്നും വീട് ജപ്തി ഭീഷണി നേരിടുകയാണെന്നും വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സുബീഷ് സുധി. താനും സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ച ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടതോടെ കടം കയറി വല്ലാത്ത അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തി. ദിവസവും കടക്കാരുടെ ഫോൺ വിളികൾ മാത്രമാണ് വരുന്നതെന്നും താൻ 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും സുബീഷ് പറഞ്ഞു. വലിയ സ്വപ്നങ്ങൾക്ക് പുറകെ പോയി ജീവിതം മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന ഞാൻ 80ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പടത്തിൽ നായകനായി. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് നിർമ്മിച്ചത്. 2024 മാർച്ച് 8 പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ നോമ്പ് മാസവും എക്സാമുമായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും പടം കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാ റിവ്യൂവേഴ്സും നല്ല സിനിമയാണെന്ന് പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യ 5ൽ 4 സ്റ്റാർ തന്നു. എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് ആ സിനിമ സാമ്പത്തികമായി വിജയിച്ചില്ല. സിനിമ ഇറങ്ങുന്നതിന് മുൻപേ പ്രശ്നങ്ങളായിരുന്നു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ പേരിൽ നിന്ന് ഭാരതം സെൻസർ ബോർഡ് കട്ട് ചെയ്തു. റിലീസിന് 2 ദിവസം മുന്നേ തിരക്കഥാകൃത്ത് നിസാമുക്കയും മരണപ്പെട്ടു. പിന്നെ ഈ സിനിമ വിൽക്കാൻ ബോംബെയിൽ പോയി. അവിടെ കുറെ ഏജന്റുമാർ പൈസ വാങ്ങി പറ്റിച്ചു എന്നല്ലാതെ ഒന്നും നടന്നില്ല എന്നാണ് സുബീഷ് സുധി പറഞ്ഞത്. ഞാൻ നേരായ വഴിയിൽ പൈസ ഉണ്ടാക്കി ഈ സിനിമയുടെ കടം വീട്ടാൻ ഒരുപാട് ശ്രമിച്ചു. അതും നടക്കാതെ പോയി. ഞാൻ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ വീട് ജപ്തിയിലാണ്. സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് തന്നവർ എനിക്കെതിരെ കേസ് കൊടുത്തു. അത് വാറണ്ടായി. എന്നെ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ ഇടുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് പൈസ കൊടുക്കാനുള്ളവരുടെ ഫോൺ മാത്രമേ വരാറുള്ളൂ. എൻ്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്നവർ എൻ്റെ ഫോൺ പോലും എടുക്കാതായി. ഒരു ദിവസം 40ഓളം കോളുകൾ ആണ് വരുന്നത് കടക്കാരുടേത്. പിടിച്ചു നിൽക്കാനാവാതെ 2 തവണ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു. എന്നെ ദൈവത്തിന് പോലും വേണ്ട. സൂയിസൈഡ് ശ്രമത്തിന് മുന്നേ ഞാൻ 2-3 സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരിൽ ആരോ കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ അറിയിക്കുകയും എന്നെ അവിടെ നിന്ന് വിളിപ്പിക്കുകയും ചെയ്തു. അശ്വതി മാഡം എൻ്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും നിങ്ങളെ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല, ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ നല്ല സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ച സതീഷേട്ടനും വർക്കിച്ചനും സാമ്പത്തിക ബാധ്യതയിലാണ്. എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർമാരും സമാന അവസ്ഥയിലാണ്. ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആരെങ്കിലും സഹായിക്കുമോ എന്നറിയില്ല. പക്ഷേ പ്രതീക്ഷയുണ്ട്. അതിജീവനത്തിൻ്റെ വീര ഇതിഹാസം രചിച്ച കേരളമേ കൂടെ ഉണ്ടാകണം, കൈവിടരുത്, കനിവുണ്ടാകണം എന്നാണ് സുബീഷ് പറഞ്ഞത്. വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് സുബീഷ് സുധി. കോമഡി സഹനടൻ റോളുകളിലാണ് ഏറെയും തിളങ്ങിയിട്ടുള്ളത്. 2024 മാർച്ച് 8 സിനിമ റിലീസ് ചെയ്തത്. അതിനുശേഷം സിനിമയുടെ പേരിലെ ഭാരതം സെൻസർ ബോർഡ് കട്ട് ചെയ്തു. നല്ല റിവ്യൂ കിട്ടിയ സിനിമയായിരുന്നു. പിന്നെ എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ നായകനായതുകൊണ്ട് ആ സിനിമ കച്ചവടമായില്ല. അതുപോലെ ആ സിനിമയുടെ കച്ചവടം നടക്കരുത്, OTTയിൽ റിലീസ് ചെയ്യപ്പെടരുത് എന്ന വാശി ചിലർക്കുണ്ടായിരുന്നു. ആ സിനിമ കച്ചവടമാക്കുന്നതിന് ബോംബെയിൽ പോയി ഞാൻ 6-7 മാസം ചിലവഴിച്ചു. കുറേ ഏജന്റുമാർക്ക് പണം കൊടുത്തു. പക്ഷേ ഒന്നും നടന്നില്ല. പിന്നീട് ചെന്നൈയിൽ പോയി. അങ്ങനെ കുറേ നാൾ ഞാൻ ഓട്ടത്തിലായിരുന്നു. ഇതിൻ്റെ കടം തീർക്കാൻ വേണ്ടിയും പല പരിപാടികൾ ചെയ്തു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഞാൻ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനായി സുഹൃത്തിന് കത്ത് വരെ എഴുതി വെച്ചിരുന്നു. പിന്നീടാണ് പോലീസ് എന്നെ പിടിക്കുകയും തിരുവനന്തപുരത്ത് വെച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പിന്നെ ഞാൻ വീണ്ടും എറണാകുളത്ത് വന്നു. എപ്പോഴും കടക്കാരുടെ വിളികളാണ്. സിനിമയിൽ അഭിനയിക്കാനും ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ആരും കോൾ എടുക്കാതെയായി. പലതും ചെയ്യാൻ നോക്കിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല. അതോടെ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട്. എന്നെ കാത്ത് എൻ്റെ മരുമോൻ MBA ചെയ്യാൻ വേണ്ടി പുറത്തു പോകാനുള്ള ശ്രമത്തിലാണ്. ഞാനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവൻ്റെ പഠനം മുടങ്ങി. അതിനിടയിൽ ഒരു കേസ് വന്നു. അത് വാറണ്ടായി എന്നാണ് സുബീഷ് പറഞ്ഞത്. അതേസമയം ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തറിൻ്റെ അകാല വിയോഗം. നിസാമിൻ്റെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സുബീഷ് പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രിയപ്പെട്ട നിസാമിക്ക, പോയിട്ട് 1 വർഷമാകുന്നു. നിസാമിക്ക ഒരുപക്ഷെ ഭാഗ്യവാനായിരുന്നു എന്ന് പറയാം. നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ നല്ലൊരു പടം, ഒരുപാട് നിരൂപക പ്രശംസ കിട്ടിയ പടം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടമുണ്ട്. ആ സിനിമയുടെ ബാധ്യതകളും പേറി ഞാൻ ഇന്നും നെട്ടോട്ടം ഓടുകയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതവും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നല്ല സിനിമ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടാത്ത ദുഃഖം എനിക്കുണ്ട്.
മലയാള സിനിമയ്ക്കുണ്ടായ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ സിനിമ കൂടിയാണിത്. പക്ഷേ ഈ സിനിമ ഇന്നല്ലെങ്കിൽ നാളെ ലോകം അറിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കൂടുതൽ എഴുതാൻ പറ്റുന്നില്ല. ബാധ്യതകൾ തീർക്കാനുള്ള എൻ്റെ നെട്ടോട്ടം തുടരുകയാണ്. അതെവിടെയെങ്കിലും എത്തിച്ചേരുമെന്ന ആത്മവിശ്വാസമുണ്ട്. എന്നത്തെയും പോലെ നിസാമിക്കയെ ഓർത്തുകൊണ്ട് നിർത്തുന്നു എന്നാണ് സുബീഷിന്റെ വാക്കുകൾ. സക്കറിയയുടെ ഗർഭിണികൾ, ബോംബെ മിഠായി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ നിസാം റാവുത്തർ അവസാനം എഴുതിയ തിരക്കഥയായിരുന്നു ഒരു സർക്കാർ ഉൽപ്പന്നം. സുബീഷ്, ഷെല്ലി കിഷോർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങളിൽ എത്തിയത്. ചിത്രം റിലീസാവുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു നിസാമിന്റെ വിയോഗം. എന്തു പറയണമെന്ന് എനിക്കറിയില്ലെന്നും വല്ലാത്തൊരു തരിപ്പിലാണെന്നുമാണ് നിസാമിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ സുബീഷ് പ്രതികരിച്ചത്. നിസാം റാവുത്തർ തിരക്കഥ എഴുതിയ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിലെ നായകനായിരുന്നു സുബീഷ്. ഹെൽത്ത് ഇൻസ്പെക്ടറായ നിസാം റാവുത്തർ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്തരിച്ചത്. 49 വയസ്സായിരുന്നു. സുബീഷ് സുധി ആദ്യമായി നായകനാകുന്ന ചിത്രമായിരുന്നു ഒരു സർക്കാർ ഉൽപ്പന്നം. നേരത്തെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു പേരിട്ടിരുന്നത് എങ്കിലും സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചിത്രത്തിന്റെ പേരിൽ മാറ്റം വരുത്തുകയായിരുന്നു. 2013 പുറത്തിറങ്ങിയ സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിക്കൊണ്ടാണ് നിസാം റാവുത്തർ സിനിമാ ലോകത്തെത്തുന്നത്. റേഡിയോ, ബോംബെ മിഠായി തുടങ്ങിയ ചിത്രങ്ങൾ രചനയും നിർവഹിച്ചു. നിരവധി ചെറുകഥകളും നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.